അവിഹിത മാർഗങ്ങളിലൂടെ ലൈസൻസ് കരസ്ഥമാക്കുന്നത് തടയാൻ ലൈസൻസ് നൽകുന്നതിനുള്ള സൈനിങ് അതോറിറ്റി ട്രാഫിക് വകുപ്പ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിയിൽ നിക്ഷിപ്തമാക്കണമെന്നും നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസുകളുടെ ആധികാരികത പരിശോധിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കണമെന്നുമുള്ള നിർദ്ദേശം നേരത്തെ മേജർ ജനറൽ അബ്ദുൽ ഫത്താഹ് അലി ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെ രാജ്യത്തെ സർക്കാർ സേവന കേന്ദ്രങ്ങൾ വഴി വിദേശികൾക്ക് ലൈസൻസ് വിതരണം ചെയ്യുന്നത് നിർത്തലാക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ വിദേശികളുടെയും ബിദൂനികൾ എന്നറിയപ്പെടുന്ന പൗരത്വരഹിതരുടെയും ലൈസൻസ് അപേക്ഷകളിൽ വകുപ്പ് മേധാവിയുടെ അംഗീകാരം നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയതായി മേജർ ജനറൽ അബ്ദുൽ ഫത്താഹ് അലിയെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. പുതിയ ഉത്തരവിലൂടെ വിദേശികളുടെയും ബിദൂനികളുടെയും ലൈസൻസ് സംബന്ധിയായ എല്ലാ അപേക്ഷകളും മരവിപ്പിക്കാനും മേലിൽ ഇത്തരം അപേക്ഷകൾ തന്റെ ഓഫീസ് വഴി മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും ഗതാഗത മേധാവി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജൂലൈ 1 മുതൽ ട്രാഫിക് വകുപ്പ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിയുടെ സാക്ഷ്യമില്ലാതെ വിദേശികൾക്ക് ലൈസൻസ് ലഭിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുമെന്ന് മേജർ അലി മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തെ ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം വിദേശി ഡ്രൈവർമാരുടെ ബാഹുല്യമാണെന്ന വിലയിരുത്തലിൽ 3 മാസത്തോളമായി ട്രാഫിക് വകുപ്പ് നടപടികൾ ശക്തമാക്കിയിരുന്നു. റോഡ് നിയമങ്ങൾ ലംഘിച്ച നിരവധി വിദേശികളെ ഇക്കാലയളവിൽ നാടുകടത്തുകയുമുണ്ടായി. മീഡിയ 1 കുവൈത്ത്.